ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവൾക്കൊപ്പം എന്ന് നമ്മൾ പറയും, അല്ലെ? അതിനെ സാധിക്കൂ, അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ നടക്കുന്നത് അവൾ ഒറ്റയ്ക്കാണ്. നമ്മളിപ്പോ ഈ ഘട്ടങ്ങളിലൊക്കെ ഇപ്പൊ നാട്ടൊക്കെയാണെങ്കിലും നമ്മളെ സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും വനിതാ സംഘടനകളാണെങ്കിലും ജനങ്ങളാകെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അവൾക്കൊപ്പം എന്ന് നമ്മൾ പറയും, അല്ലെ? അതിനെ സാധിക്കൂ, അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ നടക്കുന്നത് അവൾ ഒറ്റയ്ക്കാണ്. കേസ് നടത്തുന്നത് അവൾ ഒറ്റയ്ക്കാണ്. അവസാനം അവളും കുടുംബവും ചിലപ്പോൾ കേസ് നടത്തുന്ന വക്കീലും. അല്ലാത്ത ആളുകൾ, നമ്മളെല്ലാവരും പല പല ജോലികളിലേക്ക് പോകില്ലേ, നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ പോകില്ലേ. അപ്പോ ഏറ്റവും പെട്ടെന്ന് ഈ നീതി നിർവഹണ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുക എന്നതും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിന് സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്ത് പ്രതികളെ ഒഴിവാക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് അത്രത്തോളം ഹാനികരമായിട്ടുള്ള ഈ കാര്യം ചെയ്തതാരായാലും അതെത്ര ഉന്നതരായാലും അവർ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ പ്രോസിക്യൂഷൻ കോൺസ്പിറസി എന്ന് പറയുന്ന IPCയിലെ 120B എന്ന് പറയുന്ന വകുപ്പ്, ദിലീപിനെ അനുകൂലിക്കുന്ന എല്ലാവരും പറയുന്നത് കോൺസ്പിറസിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ്, തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ നടക്കുന്ന പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയമായി തീരുമാനം എടുത്തിട്ടായിരിക്കും, കോൺസ്പിറസി നടത്തിയായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ ആ കോൺസ്പിറസി നടത്തിയവരെ ആർക്കും കണ്ടെത്താൻ പറ്റാറില്ല. അപ്പൊ കോൺസ്പിറസി രണ്ട് വ്യക്തികൾ തമ്മിൽ രഹസ്യമായി ഉണ്ടാക്കുന്ന ഒരു ധാരണയാണ്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ഭാഗത്ത് വരുന്ന ഒരു ചില മിസ്റ്റേക്കുകളാണ് യഥാർത്ഥത്തിൽ എന്താവുക, തെളിവുകളായിട്ട് വരാം. അപ്പോ ഡയറക്റ്റ് എവിഡൻസ് അതിൽ വളരെ കുറവായിരിക്കും. ഇൻഡയറക്റ്റ് എവിഡൻസുകൾക്ക് അതിയായിട്ടുള്ള പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ ജഡ്ജ്മെന്റിൽ എടുക്കുമ്പോൾ കോടതികൾ നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. അതാണ് 120B. 120B തെളിയിക്കാൻ പ്രയാസമാണ്, ഡയറക്റ്റ് എവിഡൻസ് കുറവായിരിക്കും. ഇൻഡയറക്റ്റ് എവിഡൻസിനെ ഡയറക്റ്റിനെ തുല്യമായ രീതിയിൽ നമ്മൾ കാണണം എന്നതുകൊണ്ട് തന്നെ ആ എവിഡൻസിനെ പണ്ട് റേപ്പ് കേസുകളൊക്കെ വിസ്തരിക്കുമ്പോൾ ഒരു സൂചി, പല ഡിഫൻസ് കൗൺസിൽമാര് സൂചി ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ സൂചി തിരിച്ചുകൊണ്ട് നൂലിങ്ങനെ കയറ്റാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഈ പരാതി കൊടുക്കുന്ന കുട്ടികളെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി മാറി ഓരോ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിക്ടിംസിനോട് എങ്ങനെ പ്രതിഭാഗം വക്കീലന്മാർ ക്രോസ് ചെയ്യണമെന്നും വിക്ടിംസിന്റെ വിഷയങ്ങൾ കോടതി എങ്ങനെ ചർച്ച ചെയ്യണമെന്നും കൃത്യം ഗൈഡ് ലൈൻസ്. ആ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് ഓരോ കോടതികൾക്കും ഇത്തരം കേസുകൾ നടത്താൻ പാടുള്ളൂ. അതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ കോടതികളിൽ അങ്ങനെ നടന്നു എന്ന ഒരു തോന്നൽ കേരള സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം പറഞ്ഞതുപോലെ ഈ കേസിലെ പ്രതികൾ വിട്ടുപോയപ്പോൾ പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷൻ ടീമിനും കുറ്റപ്പെടുത്തുന്നതിന് പകരം ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലാത്ത ഒരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കാകെ ഉണ്ടായത്. തിരുത്താം. ഇപ്പൊ നമ്മൾ സൂര്യനെല്ലി കേസ് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് സുപ്രീം കോടതിയിൽ പോയി, അത് കഴിഞ്ഞ് അതൊക്കെ എന്തൊരു ദുരിതമായ, കാരണം ഇത്രയ്ക്കൊന്നും ഒരു സാമ്പത്തികമില്ലാത്ത ഒരു ഫാമിലിയാ. പക്ഷെ ആ അച്ഛൻ അന്ന് സഖാവ് ജോസഫൈൻ ഒരു അറിയാം, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അവരൊക്കെ ആയിരുന്നു അന്ന് ആ കുട്ടിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും സുപ്രീം കോടതി വരെ പോയി, ആ സുപ്രീം കോടതിയിൽ നിന്ന് വീണ്ടും റിമാൻഡ് ചെയ്ത് താഴേക്ക് വന്ന് കേരള ഹൈക്കോടതിയിൽ ആ കേസ് പിന്നീട് വിധിച്ചപ്പോ ആ ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരൻ, ആ KT ശങ്കരന്റെ വിധി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് വരികയാണ്. ഹിസ്റ്റോറിക്കൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. വെറുതെ വിട്ടവരെ, വെറുതെ വിട്ടോ എല്ലാവരെയും. ഞാൻ നേരത്തെ കത്തിക്കൽ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വെറുതെ വിട്ടു. എന്നിട്ട് ആ പ്രതികളെയെല്ലാം രണ്ടാമത് ഹൈക്കോടതിയിൽ വന്നപ്പോ എല്ലാവരെയും ശിക്ഷിച്ചു. ശിക്ഷിച്ചപ്പോൾ സാറ് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്, ഞാൻ അന്ന് കോടതിയിൽ നിൽക്കുക, കോരിത്തിരിപ്പിക്കുന്ന ഒരു ലൈനായിരുന്നു. ഒരിക്കലും KT ശങ്കരൻ സാറിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജഡ്ജ്മെന്റും ഒരു വാക്കും
ഒരു പെൺകുട്ടി അവളുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള അതിക്രമത്തിന് വിധേയമായാൽ മരണം വരെ അത് അവളെ ഹോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞത്.